പല ചെറുപ്പക്കാരും ചോദിക്കാറുണ്ട്, ഉസ്താദെ, സ്നേഹിച്ച പെണ്ണിനെ തന്നെ കിട്ടാൻ എന്തെങ്കിലും ദിക്റുണ്ടോ എന്നുള്ളത്. ഇന്ന് അതിനെക്കുറിച്ചാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം, സ്നേഹിച്ച ആളെ തന്നെ നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ആ ഒരു ആളെ തന്നെ നമുക്ക് കിട്ടാൻ വല്ല അമലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാൻ കരുതുന്നവരും അതുപോലെ ചോദിച്ചവരുമായിട്ട് പലരുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തട്ടെ, പ്രണയം എന്നുള്ളത് ഒരിക്കലും ഹലാലായ ഒരു കാര്യമല്ല. ഹറാമായ രീതിയിലുള്ള ബന്ധങ്ങൾ അതിലൂടെ വരും എന്നുള്ളത് കൊണ്ട് തൻ്റെ ഇണയെ തനിക്ക് ഹലാലാക്കിയാലല്ലാതെ അവളോട് സംസാരിക്കാനോ അവൾക്ക് മെസ്സേജ് അയക്കാനോ നമുക്ക് പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തട്ടെ, എൻഗേജ്മെന്റിന്റെ കാര്യമൊക്കെ അവളോട് കൂടെ ഫോട്ടോ എടുക്കുന്നതും അവൾക്ക് ഫോൺ കൊടുക്കുന്നതും എന്നിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞത് മുതൽ മെസ്സേജ് അയച്ചു തുടങ്ങുന്നതും ഇതൊക്കെ ഹറാമിന്റെ രീതിയിലുള്ള മാർഗങ്ങളാണ്. ഇതിലൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചൊരിഞ്ഞു തരില്ല എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. എന്നാൽ തനിക്ക് ഒരാളോട് ആത്മാർത്ഥമായിട്ട് ഇഷ്ടം തോന്നി, അവളെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നു, അല്ലെങ്കിൽ അവനെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയാൽ തനിക്ക് വല്ലാതെ സന്തോഷമായിരുന്നു എന്നൊക്കെ തോന്നുന്നവരുണ്ടാകും. ഇന്ന് അവർക്കുള്ളതായിട്ടൊരു അമല് ഞാൻ പഠിപ്പിച്ചു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. എൻ്റെ ഉപ്പമാരോട് അല്ലെങ്കിൽ ഉമ്മമാരോട് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. അതായത്, ആത്മാർത്ഥമായ ചില ബന്ധങ്ങൾ വന്നു പോയിട്ടുണ്ടാകും. അവൾക്ക് അവനെ കിട്ടിയാലല്ലാതെ അല്ലെങ്കിൽ അവന് അവളെ കിട്ടിയാലല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. എന്നാൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്, അവനെ കുറിച്ച് അല്ലെങ്കിൽ അവളെ കുറിച്ച് നല്ലതുപോലെ അന്വേഷിക്കുക. എന്നിട്ട് തൻ്റെ മകൾക്ക് പറ്റിയതാണെങ്കിൽ നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് കൊടുക്കണേ എൻ്റെ ഉമ്മമാരെ. കാരണം അത് മുഖേന ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ പ്രേമത്തിന് അല്ലെങ്കിൽ പ്രണയത്തിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നല്ല ഹൈറായ ബന്ധമാണെങ്കിൽ നിങ്ങൾ അതിന് നിന്ന് കൊടുക്കുക. ഇനി ഹൈറല്ല, അവനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മോശമായ രീതിയാണ് നിങ്ങൾ കേട്ടതെങ്കിൽ അവളെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈറായ ബന്ധങ്ങളെ നമ്മളിലേക്ക് അടുപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തനിക്കൊരു പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ തനിക്കൊരു ചെറുപ്പക്കാരനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, അവനെ അല്ലെങ്കിൽ അവളെ കിട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾ സുബഹി നിസ്കാരത്തിന് ശേഷം ഞാൻ ഈ പറയപ്പെടുന്ന ഈ ഒരു ദുആ നിങ്ങൾ ചൊല്ലി ആത്മാർത്ഥമായി പടച്ച തമ്പുരാനോട് ദുആ ചെയ്താൽ 21 ദിവസം നിങ്ങൾ ദുആ ചെയ്ത് കൊടുക്കുക. ഈ ദുആ എന്ന് പറയുന്നത്, യാ മുസബ്ബിബൽ അസ്ബാബി യാ മുഫത്തിഹൽ അബ്വാബ് യാ മൻ ഹൈസുമാ ദുഇയൽ അജാബ്. ഒന്നുകൂടെ പറയാം, യാ മുസബ്ബിബൽ അസ്ബാബി യാ മുഫത്തിഹൽ അബ്വാബ് യാ മൻ ഹൈസുമാ ദുഇയൽ അജാബ്. ഈ ഒരു ദുആ നിങ്ങൾ എന്ത് ചെയ്യുക? സുബഹി നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആത്മാർത്ഥമായിട്ട് നമുക്ക് അറിയുന്ന രീതിയിൽ പടച്ചവനോട് ദുആ ചെയ്യുക. അതിനുശേഷം 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ അവസാനിപ്പിക്കുക. അതോടുകൂടെ ഒരു ദുആ കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുക. അല്ലാഹുവേ, ഞാൻ ആഗ്രഹിച്ച ഇണ എനിക്ക് ഹൈറാണെങ്കിൽ, എനിക്ക് ഹലാലാണെങ്കിൽ എന്നിലേക്ക് നീ അടുപ്പിക്കണമേ എന്ന് പ്രത്യേകം ദുആ ചെയ്യണം. കാരണം ഒരുപക്ഷെ നമ്മൾ പ്രണയിച്ച സ്നേഹിച്ച കുട്ടി, പ്രണയിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഈ പ്രണയിച്ച സ്നേഹം വന്നു പോയ കുട്ടി നമുക്ക് ഹൈറല്ലെങ്കിൽ അതോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിച്ചു. കാരണം നമ്മുടെ ജീവിതത്തിലെ ബർക്കത്താണ് പെണ്ണ്. ഒരു പെണ്ണ് വീട്ടിലേക്ക് കയറി വന്നാൽ ബർക്കത്തുണ്ടാകും. അതുപോലെ തന്നെ ഒരു പെണ്ണ് വീട്ടിലേക്ക് വന്നാൽ ഷെറും ഉണ്ടാകും, ഹൈറല്ലെങ്കിൽ. അതുകൊണ്ട് പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം. ഹൈറാണെങ്കിൽ എനിക്ക് നീ നൽകണമേ എന്ന് പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈറായ ഇണകളെ നമ്മിലേക്ക് അടുപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.